പൗരത്വവും അതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലുള്ള വലിയ സാധ്യതകളും ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്പെഷ്യൽ റിവിഷൻ അതായത് SIR സംബന്ധിച്ച ചർച്ച ഇപ്പോൾ ശക്തമാവുകയാണ്. SIRൽ വിധി പറയുമ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു വമ്പൻ വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ആധാർ കാർഡ് അത് വ്യാജമാകാം. ഇവിടെ വരുന്ന ആൾക്കാർ ആധാർ കാർഡ് വ്യാജമായി അടിച്ച് ഇറക്കി ആ ആധാർ കാർഡ് വെച്ച് ഇവിടെ പൗരത്വമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തിയേക്കാമെന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ആധാറിനെ സാധുവായിട്ടുള്ള രേഖകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പൗരത്വം തെളിയിക്കാൻ വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിക്കാമെന്ന് അവകാശപ്പെട്ട് ഈ തീരുമാനത്തിനെതിരെ കോടതിയിൽ ഒരു ഹർജി വന്നു. എന്നിരുന്നാലും സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയും ആധാർ കാർഡുകൾ മാത്രമല്ല മറ്റെല്ലാ രേഖകളും വ്യാജമായി നിർമ്മിക്കാൻ സാധിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം വ്യാജമായി നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച ആളുകൾക്ക് പൗരത്വം തെളിയിക്കാൻ കഴിയുമെന്ന് ഹർജിയിൽ അവകാശപ്പെട്ടു. ആധാർ കാർഡുകൾക്ക് പുറമെ മറ്റ് രേഖകളും വ്യാജമാകാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മലൈ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിച്ചത്. കോടതിയുടെ അഭിപ്രായത്തിൽ റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകളും വ്യാജമാകാം. അത്തരമൊരു സാഹചര്യത്തിൽ ആധാർ കാർഡ് മാത്രം വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ നിന്ന് കാണാൻ സാധിക്കില്ല. സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ വ്യാജമാകാം, റേഷൻ കാർഡുകൾ വ്യാജമാകാം, എല്ലാം വ്യാജമാകാം. നിയമം അനുശാസിക്കുന്ന പരിധി വരെ മാത്രമേ ആധാർ ഉപയോഗിക്കാനായി സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR പ്രക്രിയയ്ക്ക് കീഴിൽ പൗരത്വം തെളിയിക്കുന്നതിനുള്ള 11 രേഖകളുടെ ഒരു പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. അതിൽ ആധാർ കാർഡ് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത് പരിഗണിച്ച് ആധാർ കാർഡ് 12ാമത്തെ രേഖയായി അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. എന്തായാലും വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച ആളുകൾ ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ ഒരു ഹർജി വരികയായിരുന്നു. ആധാർ പൗരത്വത്തിന്റെ തെളിവായി കണക്കാക്കാനാകില്ല, ആധാർ സാധുവായ തിരിച്ചറിയൽ കാർഡായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയതായി സെപ്റ്റംബർ 8 കോടതി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.